ആദ്യമായിട്ട് പറയേണ്ടത് എല്ലാവർക്കും അപ്പൊ നമ്മളെ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നടന്നോണ്ട് കരിഞ്ഞോണ്ടും ഊരിക്കോണ്ട് കഴിച്ചോണ്ടും വെച്ച് ഒരാൾ ദേശം മുടിച്ചിട്ട് സ്കൂട്ടറിന്റെ ബാക്കിലുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പേര്. ഓളന്നിട്ട് ബാക്കിലെ പോകുന്നത് ആരാണ് നിന്നെ തന്നെ. അപ്പൊ നമ്മളെ സുന്ദരികൾ ഇവിടെ ഉണ്ട്. നതാശ സുന്ദരികൾ, ബാക്കി പറഞ്ഞോ. ചുട്ടിക്ക് എല്ലാരും കണ്ടിട്ട് ആകപ്പാട് ഒരു സ്തംഭിച്ച പോലെയോ. ആളെ കാണുമ്പോ ഒരു വല്ലാത്ത കുറച്ച് കയ്യണം ശരിയാവണം. അപ്പൊ ഇതൊക്കെയാണ് വിഷയം. നമ്മൾ എല്ലായിടത്തും പോകുന്നുണ്ട്, ഫാമിലിയിലെല്ലാം ഇപ്പൊ പോവാനുണ്ട്. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉപ്പാനും ഉമ്മാനെല്ലാം കൂട്ടിയിട്ട് വന്നതാണ്. ഭക്ഷണം എല്ലാം കഴിഞ്ഞു. എന്തൊക്കെ നിങ്ങൾ കഴിക്കണ്ടേ? കഴിക്കണം. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നിങ്ങളെ കഴിക്കാൻ നമ്മൾ എന്നിട്ട് പിന്നെ കഴിക്കാലാ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ബാക്കിയുള്ളവരെ വിവരം കാണാം. അപ്പൊ എന്റെ ഇപ്പൊ പള്ളിക്ക് പോകുമ്പോ ഇടുന്ന ഡ്രസ്സാണ് ഇത്. ഔട്ട്ഫിറ്റ് പാവാടി കുപ്പായിട്ടവനുണ്ട്. 2 സെക്കൻഡ് നിനക്ക് തരണേ. 2 സെക്കൻഡ് നിങ്ങനെ അടിയായിട്ട് കൂടുതലോ? എന്നാ പിന്നെ പോയിട്ട് പോയോ. വീടുകളെല്ലാം മുരുങ്ങയാണ് ഗായ്സ്. രണ്ടാം സ്ഥാനം നമ്മളൊക്കെ നേടിയിട്ടില്ല. അതിൽ പങ്കെടുത്ത 2-3 പേരുണ്ട്. അവർക്ക് പ്രോത്സാഹനമായി സമ്മാനം കൂട്ടത്തിൽ നല്ല കുട്ടികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് എടുക്കണം. നമ്മളെ വാച്ചു ഇതമ്മാമന്റെ ഒക്കെ പെരുന്ന പൈസ എല്ലാരും വേങ്ങിക്കോളൂ. ഇതാ 100 തൊട്ട് കാണുന്നുണ്ട്. ഇതാ പെരുന്ന പൈസ. പെരുന്ന പൈസ ബെൽത്തെ കയ്യിലേ കാണിച്ചാ ഉമ്മട്ടേ അതാ പൈസക്കോ വേമേങ്ങ വേമേക്കോ. അപ്പൊ താനെ കൊടുക്കട്ടെ. പെരുന്ന പൈസ അങ്ങനത്തൊന്നും സ്പെഷ്യല് വേറെ എന്താക്കി അപ്പളല്ല അപ്പല്ലേ ഇന്നലെ കാണിച്ചേ. ഞാൻ തിന്നാ ഉപ്പ ഉണ്ട്. രാവിലെ അനിയനെത്തിയിട്ടുണ്ട്. ഞാന് 2 മണിക്ക് കൂട്ടാൻ പോയത്. അന്ന് നെയ്ച്ച അല്ല സൗദിക്ക് പോകുമ്പോ നെയ്ച്ചന്റെ മുടി ഇങ്ങനെ ഉണ്ടായ
തിരിച്ചൊരു മോന്റെ മുടി അങ്ങനെയുള്ളത്. നീ അന്ന് പോകുമ്പോ ഇങ്ങനെ ഉണ്ടായിട്ടാലോ? അപ്പൊ ഇത്ര വലുത് ഉണ്ടായിട്ടാലോ? അതന്നെ തിരിച്ച് വളർത്തി ഒരു ഓർമ്മക്ക്. തക്കുവിന്റെ ബിസി കാണിക്കണമെങ്കിൽ ഇവിടെ നോക്കിക്കോ. ഞാൻ പിള്ളേരെ കാണിച്ചു കൊടുക്കാം അല്ലേ? അല്ല അത് 2-3 ദിവസം ഉണ്ടാവും. പിന്നെ 2-3 ദിവസം എന്തായാലും അതിലൊരു ഓർമ്മ ഉണ്ടാവും. എനിക്ക് നേരത്തെ വെള്ളം കുടിക്കുമ്പോ അങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എന്റെ ഉമ്മക്കുട്ടി ഉണ്ട്. അല്ലാണ്ട് പഞ്ഞോളേ നമ്മളെ വാച്ചുട്ടീനെ നോക്കല്ല. തശാനാക്കട്ടെ തിരിയേ സ്റ്റൈലുണ്ട്. തീരെ കാതിലിട്ടില്ല പുതിയ അതെന്താ കേൾക്കുന്നുണ്ടാ? സുന്ദരിയാ സുന്ദരിയാ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. അവിടെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു ഒരു വൈഫ്. അങ്ങനെ കുട്ടീനെ കാണും. 3ാമത്തതും ആൺകുട്ടിയായിരുന്നു. അങ്ങനെ അവിടെ കാണുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ബ്ലോഗും വന്നിട്ടോ. നമ്മളത് മാത്രമേ വരാനുണ്ടെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ബ്ലോഗ് എഡിറ്റിങ് ഭയങ്കര പാടാണ്. ഇവരെ വീട്ടിലൊക്കെ നമ്മൾ പോയത്. അവർക്ക് 3 ആൺകുട്ടികൾ തന്നെ. അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടീനെ കിട്ടാണ്. പിന്നെ ഈ ഒരു കാര്യം അങ്ങനെയാണ്, നല്ല വിരിച്ച പോലെയല്ല അവളാണായാലും പെണ്ണായാലും. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ ഇറങ്ങിയില്ല. ഒപ്പം എല്ലാവരും ഉണ്ടായിരുന്നു വണ്ടി. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ അനിയൻ്റെ വീട്ടിലേക്ക് വന്നു. അനിയൻ രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കാൻ നമ്മളെ വീട്ടിലുണ്ടായി. അവിടെ അടുത്ത് തന്നെ നമ്മളെ അനിയന് ഏട്ടനൊക്കെ അടുത്താണ് വീട്. പിന്നെ അവിടെ നിന്ന് ഉമ്മയുടെ ഇളയമ്മേൻ്റെ വീട്ടിൽ പോയി. പിന്നെ അനിയൻ്റെ വീട്ടിൽ പോയി. അനിയൻ്റെ വീട്ടിൽ പോയി ഫുൾ ആളായിരുന്നു കേട്ടോ. ഇപ്പൊ പെപ്സിയെല്ലാം കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി നേരം ഉണ്ട്. എല്ലാം കൊടുത്തു. അനിയൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മളെ തനു ഡ്രസ്സെല്ലാം മാറ്റിക്കൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അനിയൻ്റെ വീട്ടിലെത്തി. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അനിയൻ സർപ്രൈസ് ആയിട്ട് വന്നതായിരുന്നു, നേരത്തെ പറഞ്ഞില്ല. അതുപോലെ പറയാതെ വന്നായിരുന്നു. ഹസ്ബൻഡിന് അറിയായിരുന്നു, വേറെ ആർക്കും അങ്ങനെ അറിയില്ല സർപ്രൈസ്. എനിക്ക് പിന്നെ ഹസ്ബൻഡിന് അറിഞ്ഞത് കൊണ്ട് എനിക്കറിയായിരുന്നു. അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ അവളെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ അവളെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. നമ്മളിവിടെ വന്നു. പിന്നെ ഉപ്പയും ഉമ്മയും തറവാട്ടിൽ നിന്ന് ഓറ് രാവിലെ പോയിട്ട് നെജിച്ച് അനിയനൊക്കെ രാവിലെ പോയിട്ട് അവർ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ നിന്ന്. അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര മുട്ടുവേദന ഉണ്ട്. കുറേ ആയി മുട്ടുവേദന, കുറേ കാണിച്ച് കുറയുന്നില്ല. പ്രായത്തിൻ്റെതായ അസുഖങ്ങളാണെന്ന് ഡോക്ടർ പറയുന്നത്. ഭയങ്കര മുട്ടുവേദന, ഇങ്ങനെ പടുക്കും. ഇപ്പം എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ. അപ്പോൾ എല്ലാ നോമ്പൊക്കെ എടുത്തിരുന്നു കേട്ടോ. മുട്ടുവേദന ആയിട്ട് ഉപ്പാടെ നോമ്പെടുക്കാൻ എന്നിട്ട് ഉപ്പ കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അനിയൻ്റെ അവിടെ നമ്മൾ ഓൻ വരുമ്പോൾ ഓന് പോകുമ്പോൾ അധികം പോവാറ്. ഓന് എല്ലാവരും ഒരു ദിവസം സ്ഥലത്തുണ്ടെങ്കിൽ ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നിമിഷം, എല്ലാവരും ചിരിയും കളിയും വർത്താനും എല്ലാം കൂടിയിട്ടൊരു നല്ല രസമാണ്. ആകെ തല്ലുന്നത് ഇങ്ങനത്തെ ഗുണമെങ്കിലും കുഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചില ഭൂമി കുഞ്ഞിട്ട് അടിഞ്ഞിട്ട് താഴേക്ക് ഗുണമെങ്കില്ല എന്ത് കൂട്ടാ കഴിഞ്ഞ കഴിഞ്ഞ പെരുന്നാൾക്കും നമ്മൾ അനിയൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അജ്ജ് പെരുന്നാൾക്കാണ് ചെറിയ പെരുന്നാളിന്. അജ്ജ് പെരുന്നാളിന് നെജിച്ചുണ്ടായിരുന്നില്ല. ചെറിയ പെരുന്നാളിന് ഞാൻ അനിയൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചാൽ അവനുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ പെരുന്നാൾക്ക് മാപ്പിളാറ് നാട്ടിലില്ലെങ്കിൽ പോയത് തന്നെയാണ്. ഞാൻ പേടിച്ചോണ്ടായി നെയ്ച്ചുണ്ടാവില്ലേ. നെയ്ച്ച കുറേ എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ പിള്ളേരെ എത്ര ചീത്ത പറയാൻ പറഞ്ഞാലും ചീത്ത പറയില്ല കേട്ടോ. നെയ്ച്ചാൽ എന്തിനാ അതൊക്കെ പറയുന്നത്. അന്നും കുറേ എന്തെങ്കിലും
ഓരോ സാധനം എന്തെങ്കിലും പൊട്ടിക്കണവർ നല്ലോണം ചീത്ത പറയും. തല്ലൊന്നും ചെയ്യൂല, ഇങ്ങനെ പറയേ ചെയ്യും. എന്തെങ്കിലും പറയില്ല എന്ന് തോന്നും. ബാക്കിയുള്ള എനിക്ക് പറയാത്തക്കുമ്പോൾ അത് ഇഷ്ടം പിടിക്കാൻ പറയും പിള്ളേർ ഇങ്ങനെ പറയും. പിന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം പറയുകയും ചെയ്യും, നല്ലോണം കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഭയങ്കര ആപ്പാനോട് ഭയങ്കര ഫോണിൽ സംസാരിക്കലാണ്. ഇപ്പോൾ ഉമ്മൂശക്ക് ഫോണിങ്ങനെ ഭാഗ്യശാക്ക് ഇങ്ങനെ മുണ്ടെന്നാണ്ട് അപ്പം ഫോൺ വേണം. പെരുന്നാൾ തന്നെ നമ്മളധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ വേറെ എവിടെയും പോയില്ല. എനിക്ക് ഭയങ്കര തലവേദന, വൈകുന്നേരം ഭയങ്കര നമ്മൾ തലേദിവസം ഉറങ്ങിയിട്ടില്ല. അനിയൻ വരുന്നതുകൊണ്ട് ഇവർ 2 മണിക്കാന്ന് പോയത്. അപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങാതെ നിന്ന് പിന്നെ ഇവർ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം യാത്രയല്ലേ, ഒന്നുമല്ലാത്തൊരു നേരമല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മക്കളെ 2 പേരെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ട് മൂത്ത ഏട്ടൻ്റെ മക്കളൊക്കെ അങ്ങനെ പെട്ടി പൊട്ടിക്കലും ഓതി വെക്കലെല്ലാം ഇങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടായി കേട്ടോ. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ പെങ്ങളതും ഏട്ടൻ്റെയും മക്കളാണത്. നെയ്ജിച്ചാരെ കണ്ടത് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അതിൽ ഏട്ടൻ്റെ മോക്ക് പിന്നെ നെയ്ച്ചാരെ കണ്ടതിനെ ഫോട്ടോ എടുക്കുന്ന ഒരു ഹരാണ്. പക്ഷെ പിള്ളേർക്ക് അവർ വലുതായി നമ്മൾ മാറി കുറേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം അവർക്ക് എപ്പോഴും കാര്യമാണ് ഈച്ചാനെ കണ്ട ചാച്ച ഫോട്ടോ എടുക്കുക, ചാച്ചാന്ന് വിളിക്കുന്നത്. ആപ്പാന്ന് വിളിക്കുന്നതിന് പകരം ചാച്ചാന്നാണ് വിളിക്കൽ. ആപ്പാന്നാണ് വിളിക്കേണ്ട. പിന്നെ മൂത്ത പെങ്ങളെ മക്കളൊക്കെ ചാച്ച വിളിച്ചിട്ട് അവരങ്ങനെ. പിന്നെ കാർണൂർ വന്ന് പിന്നെ പിള്ളേരൊക്കെ സ്കൂട്ടറിൽ കളിയാന്ന്. എൻ്റെ സ്കൂട്ടർ ഉണ്ടായിന്. ഇതാ ചെറുതിനെ നോക്കി എൻ്റെ ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ ഭയങ്കര ചൂടുണ്ടായിന്. അപ്പോൾ ചൂടെടുക്കുമ്പോൾ കാര്യം അങ്ങനത്തെ കുഞ്ഞാന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂത്ത ഏട്ടൻ്റെ വീട്ടിലേക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ അത്രേ നമ്മൾ പോയുള്ളൂ. അവിടെ പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും സ്കൂട്ടറിൽ കളിച്ചാൽ. ഈ വീഡിയോ ക്ലിപ്പായിട്ട് ഇപ്പം അത്ര കാണുന്നട്ടാ. കാരണം എനിക്ക് പേടിയാണെന്നുണ്ട്. ഇനി ഭാഗ്യശയില്ലേ മണ്ണിൽ കളിക്കുന്നു, അവിടെ കല്ലെടുത്ത് എറിയുന്നു, ഇവിടെ കല്ലെടുത്ത് നമുക്ക് പേടി തന്നെയല്ലേ. പിന്നെ ഇത് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് അമ്മായി ഫ്ലാറ്റിലാണല്ലേ, മൂത്തേട്ടൻ ഫ്ലാറ്റിലാണല്ലേ, അവർക്ക് വീടെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെ നിർത്തിയപ്പോൾ ഞാൻ അവിടെ പോണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ നിൽക്കുക. ഭാഗ്യശാൻ്റെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലത്തെ കോട്ടെല്ലാം പോയി കേട്ടോ. അതങ്ങനെ തന്നെയല്ലേ നമ്മളെ മക്കൾ. പിന്നെ പോണോ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. കാരണം എനിക്ക് അത്രയും തലവേദനയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഒന്ന് കുറേ ആയി പോവാത്ത അമ്മായി എപ്പോൾ കാണുമ്പോൾ നീ എന്താ വരാത്തെ മുറ്റത്തെ മുല്ലക്ക് മണൂല എന്ന് പറഞ്ഞ പോലെ അടുത്തുണ്ടെങ്കിൽ എത്തൂല, അങ്ങനെ എത്തലേ ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പെരുന്നാളല്ലേ ഒന്ന് കയറിക്കിട്ട് വരാം. അങ്ങനെ മക്കളെയും കൊണ്ട് പോയതാണ്. പിന്നെ മൂത്ത ഏട്ടൻ്റെ അവരെ 3 മക്കളുണ്ടായിന്, പെങ്ങളെ 2 മക്കളുണ്ടായിന്. പിന്നെ അനിയനും വൈഫ് രാത്രിയാണ് പോയത്. അപ്പോൾ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചതല്ല അവിടെ നിന്ന്. അപ്പോൾ അവർക്ക് കുറച്ച് ഒരുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ റൂട്ടിന് പോയി. ഞാൻ പറഞ്ഞു എന്തായാലും നടക്കൂല, നമുക്ക് വീട്ടിൽ തന്നെ പോകാം. നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കിടന്നുറങ്ങിയിട്ടാണ് നമ്മൾ രാത്രി കണ്ണൂരേക്ക് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇത്രയും ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.